ഹലോ മഹേഷ്, ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ ആ വണ്ടിൻ്റെ കോലം കണ്ടില്ലേ? അത് ഇന്നലെ ഒരു കുണ്ടി അടിപ്പുണ്ടായത്. ഇതാണ് ആ കുണ്ടി. ഒരു കുണ്ടി ചാടിയപ്പുണ്ടായ ഒരു സംഭവമാണ്. ആക്സിഡൻറ്റ് പൊട്ടി. ആക്സിഡൻറ്റ് വേറെ എന്തോ ഒരു പേരായിരുന്നു, ഷോക്ക് അബ്സാറിൻ്റെ അവിടുത്തെ ഒരു സംഭവം കാണും. അത് പൊട്ടിയിരുന്നതാണ്. ഏതാ റോഡ് അറിയോ? കൊപ്പത്തുനിന്ന് പട്ടാമ്പി പോണ റോഡാണ്. നല്ല വണ്ടികൾ വരുന്ന റോഡാണ്. പട്ടാമ്പി പോണ റൂട്ടിൽ ഇവിടെയുള്ള നാട്ടുകാർ കുണ്ടിടല്ലേ? ഞങ്ങൾ തിരുനാവായ ആൾക്കാർ തിരുനാവായത് കുണ്ട് നിരത്താൻ ആൾക്കാരത്. ഇവിടുത്തെ റോഡ് പണിക്കാർ കണക്കാണ്. റോഡും പാർട്ടിക്കാരും ആൾക്കാരെ കൊല്ലാനല്ല നോക്കി. ഹെൽമെറ്റ് ഇല്ലാതെ ഈ മേലത്തെ വണ്ടി കിട്ടുള്ളൂ ഇവിടുത്തെ. അത് നേരാക്കിയിട്ടില്ല. എന്നിട്ട് നാട്ടുകാരൊന്നുമില്ല, അതുമില്ല. എന്നിട്ട് ഞങ്ങൾ തിരുനായെന്ന് വന്നിട്ടാണ് ഇത് നേരാക്കുന്നത്. അതിൻ്റെ റോട്ടിൽ അവിടുന്ന് ഇവിടുന്ന് കല്ല് പെറുക്കി മൊത്തത്തിൽ ഫില്ല് ചെയ്ത് എന്നിട്ട് റോഡ് ഏകദേശം ഇതാണ് കാണുന്നത്. ഞങ്ങളോ ഇതിൽ എന്നിട്ടാണ് വേണ്ടിയിട്ട് കൈക്കോട്ട് വയ്ക്കാൻ പറ്റില്ല. കൈക്കോട്ട് വെച്ചപ്പോൾ വീടിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വീട്ടുകാരെ വരെ കൈക്കോട്ട് വിടില്ല. ഇതൊക്കെയാണ് അവസ്ഥ, ഇതൊക്കെയാണ് നാട്ടുകാർ. ഈ നാടെന്നാണ് കൈക്കോട്ടി കൈക്കോട്ടി വരെ കണ്ടിട്ട് കൈക്കോട്ടില്ല. നല്ല ആൾക്കാർ നമ്മുടെ നാടിന് എന്തൊരു വളർച്ച ഉണ്ടാവും മറ്റേ ജനക്കൂട്ടങ്ങളുണ്ടായി. ഇനി നമ്മളെ പോലത്തെ അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല. സാധനം റെഡിയാക്കി സമൂഹം ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഉത്തരം പറഞ്ഞു തരും. ഇന്നലെ കൊണ്ടായോണ്ടുള്ള അരെ ഭായ് ജൽദി കം കറോ. എന്തായി കേരളത്തിന് കുറെ ഫൈൻ വേണം. എന്താ അടുപ്പിലെ ഫൈനാണ് നായിക്കത്? ആദ്യം റോഡ് നേരക്കാൻ മതി. എന്നിട്ടാണ് പിന്നെ റോട്ടും ഇറങ്ങി ഫൈൻ പിരിക്കാൻ. ഈ നായ്ക്കളുള്ളതൊക്കെ കൂടെ ഫൈൻ ഉണ്ടാക്കാനല്ല, റോഡ് വേണം നായിക്ക്. ആദ്യം റോഡ് നേരക്കാൻ അല്ലാതെ കുറെ പോക്കറ്റിക്ക് പൈസ തന്നാ മതിയല്ല. അതിപ്പോ റോഡ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയല്ല. നല്ല മിടുക്കന്മാരാണ്. ഇനി എന്തായാലും ഇനി പെടുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല. ആക്സിഡന്റ് അല്ല, നമ്മൾ ഇന്നലെ വികണ്ടായിരുന്നു. ഭാഗ്യത്തിന് കഴിച്ചില്ലായതാ. വണ്ടിന്റെ മൊത്തം പോലെ ഇൻഷുറൻസ് ടാക്സ് ഇൻഷുറല്ല ടാക്സ്. എന്നിട്ട് നമ്മൾ തന്നെ റോഡും വൃത്തിയാക്കുക. റോഡ് നമ്മൾ തന്നെ റെഡിയാക്കി. എല്ലാവരും അഭിപ്രായങ്ങൾ കിട്ടില്ല. ഇനി റോഡ് നമ്മൾ വൃത്തിയാക്കി ഇനി ഇതേപോലത്തെ അവസ്ഥ ആയിക്കൊണ്ടല്ല. റോഡ് വൃത്തിയാക്കലും ടാക്സ് അടക്കലും നമ്മൾ തന്നെ. അങ്ങനത്തെ ഒരു നാട്ടിലായാലും നമ്മളിപ്പോൾ ജയിക്കും. അപ്പോൾ കാണാം. ഓക്കെ, ബൈ.